ഉണ്ട്. ഞാൻ രാജീവ് ജോൺ. 2024 ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നിരവധി സഫോളജിസ്റ്റുകൾ നടത്തിയ സർവേകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലും ഇന്ത്യ ആര് ഭരിക്കും എന്നതിനെ പറ്റിയുള്ള ഒരു അവലോകനവും റിസർച്ചുമാണ് ഞാനിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എൻ്റേതായ രീതിയിൽ ഞാൻ ഒരു അവലോകനം നടത്തുകയാണ്. ആദ്യം നമ്മൾ എടുക്കുന്നത് ബംഗാളാണ്. ബംഗാളിൽ നമുക്ക് 42 സീറ്റാണ് ടോട്ടൽ പാർലമെൻറ്റ് സീറ്റുള്ളത്. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി 30 സീറ്റുകളും BJP 12 സീറ്റുകളും, അതുപോലെ തന്നെ ജാർഖണ്ഡ് 14 സീറ്റാണ് ലോക്സഭയിലുള്ളത്. ഇന്ത്യ മുന്നണി 7, BJP 7. ഛത്തീസ്ഗഡ് മൊത്തത്തിലുള്ളത് 11 പാർലമെന്റ് സീറ്റാണ്. അതിൽ ഇന്ത്യ മുന്നണിക്ക് 6, BJPക്ക് 5. മധ്യപ്രദേശ് 29 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഇന്ത്യ മുന്നണിക്ക് 7, BJPക്ക് 22. മഹാരാഷ്ട്ര 48 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഇന്ത്യ മുന്നണിക്ക് 30, BJP 17, OIC എന്ന് പറയുന്ന പാർട്ടിക്ക് 1. മഹാരാഷ്ട്രയിൽ ഇത്രയും മുന്നേറ്റം നടത്താൻ കാരണം അവിടുത്തെ ഉദ്ധവ് ഠാക്കറെയും അതുപോലെ തന്നെ അജിത് പവാറിനെയൊക്കെ ശരത് പവാറിനെയൊക്കെ പിളർത്തിക്കൊണ്ട് ഒരു കൂറുമുന്നണി രൂപീകരിച്ചുകൊണ്ട് BJP അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു വളരെയേറെ ഭിന്നിപ്പിന് ഇടയാക്കുന്ന രീതിയിലുള്ള അവിടുത്തെ ജനങ്ങൾക്ക് BJP ആ മുന്നണിയെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ 30 സീറ്റ് അവിടെ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ തെലങ്കാനയിൽ പൂർണ്ണമായ സീറ്റാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. അതിൽ ഇടതുപക്ഷ പാർട്ടികളുമുണ്ട്. CPI അവിടെ ഒരു സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. അവിടെ 12 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും BJPക്ക് 4, OICക്ക് 1 സീറ്റും കിട്ടാനാണ് സാധ്യത. കർണാടകയിൽ 28 സീറ്റാണ് ഉള്ളത്. ഇന്ത്യ മുന്നണി അവിടെ 18 സീറ്റുകളോട് കൂടി CPI, BJP 10 സീറ്റിൽ. ഗോവയിൽ 2 സീറ്റാണുള്ളത്. ഇന്ത്യ മുന്നണി അവിടെ 1, BJP 1. കേരളം 20-ൽ 20 ഇന്ത്യ മുന്നണി നേടും, BJPക്ക് 0. തമിഴ്നാട് 39 സീറ്റുണ്ട്. അതിൽ ഇന്ത്യ മുന്നണി 39, BJPക്ക് 0. ആന്ധ്രാപ്രദേശിലാണ് 25 സീറ്റുള്ളത്. ഇന്ത്യ മുന്നണിക്ക് 1 സീറ്റും, TDP BJP കൂട്ടുകെട്ടിന് 9, YSR കോൺഗ്രസിന് 15 സീറ്റുകളും കിട്ടും. അതുപോലെ തന്നെ ഗുജറാത്ത് 26 സീറ്റ് ഇന്ത്യ മുന്നണിക്കും 3 സീറ്റ് 26-ൽ 3 ഇന്ത്യ മുന്നണിക്കും, BJPക്ക് 22 സീറ്റുമാണ്. പഞ്ചാബിൽ 13 സീറ്റാണുള്ളത്. അതിൽ ഇന്ത്യ മുന്നണിക്ക് 12, ശിരോമണി അകാലിദളിന് 1 സീറ്റും. ഹരിയാനയിൽ മൊത്തത്തിൽ 10 സീറ്റാണുള്ളത്. അതിൽ ഇന്ത്യ മുന്നണിക്ക് 7, BJPക്ക് 1. ജമ്മു കാശ്മീർ 6 സീറ്റാണുള്ളത്. ഇന്ത്യ മുന്നണി 6, BJP 1. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യ മുന്നണിക്ക് 0, BJPക്ക് 1. ഹിമാചൽ പ്രദേശ് 4 സീറ്റാണുള്ളത്. അതിൽ ഇന്ത്യ മുന്നണിക്ക് 2, BJPക്ക് 2 സീറ്റുകളാണ്. ഉത്തരാഖണ്ഡ് 5ആണുള്ളത്. അതിൽ ഇന്ത്യ മുന്നണിക്ക് 2, BJPക്ക് 3. ഡൽഹി 7-ൽ 4 സീറ്റ് ഇന്ത്യ മുന്നണിക്കും, BJPക്ക് 3 സീറ്റും കിട്ടാനാണ് സാധ്യത. രാജസ്ഥാനിലാണ് അട്ടിമറി വിജയം നടക്കാൻ പോകുന്നത്. അവിടെ BJPക്ക് വളരെ മുന്നിൽ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ 25-ൽ 10 സീറ്റ് ഇന്ത്യ മുന്നണി CPIക്കാണ്, BJP 15. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലാണ് വളരെ രസകരമായ മത്സരം നടക്കാൻ പോകുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പ്രവചനമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അവിടെ 80 സീറ്റാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ മുന്നണിക്ക് അവിടെ 15 സീറ്റിൽ ജയിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അത് 30-ന് മുകളിൽ പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. അത് 40 വരെ പോകാമെന്നാണ് സ്ഥിതി. പക്ഷേ എൻ്റെ ഒരു കണക്കനുസരിച്ച് അവിടെ 30 സീറ്റ് ഇന്ത്യ മുന്നണിയും BJPക്ക് 50 സീറ്റും കിട്ടും. ബീഹാറിൽ 40 സീറ്റാണുള്ളത്. ഇന്ത്യ മുന്നണി 18, BJP 22. അവിടെ ഇതുപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇന്ത്യ മുന്നണി വളരെയേറെ മുന്നിലേക്ക് പോയത്. കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത്. ഇപ്രാവശ്യം വളരെ നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ്. ഒറീസയിൽ 21, അതുപോലെ തന്നെ ഒറീസയിൽ 21 സീറ്റാണുള്ളത്. അത് ഇന്ത്യ മുന്നണിക്ക് 3 സീറ്റും, BJPക്ക് 7 സീറ്റും. ആസാമിൽ 14ആണുള്ളത്. അതിൽ ഇന്ത്യ മുന്നണി 7, BJP 7. മണിപ്പൂർ 2 സീറ്റാണ്. 2 സീറ്റും
ഇന്ത്യ മുന്നണി നേടുകയാണ്. 2 സീറ്റിൽ വിജയിക്കുകയാണ്. BJP അവിടെ 0 ത്രിപുരയിൽ 2 ഉണ്ട്. അതിൽ 2 സീറ്റാണുള്ളത്. ഇന്ത്യ മുന്നണി 1, BJP 1. മിസോറാം 1 സീറ്റാണുള്ളത്. ഇന്ത്യ മുന്നണി 1, BJP 0. നാഗാലാൻഡ് 1 സീറ്റാണുള്ളത്. അവിടെ ഇന്ത്യ മുന്നണിയാണ് 1 സീറ്റ് നേടാൻ പോകുന്നത്. മേഘാലയ 2 സീറ്റുകളാണുള്ളത്. ഇന്ത്യ മുന്നണി 0, BJP 2 സീറ്റും നേടും. ചണ്ഡീഗഡ് 1 സീറ്റാണുള്ളത്. അത് BJP ലീഡ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് ആ 1 സീറ്റിൽ. സിക്കിമിലും BJP ലീഡ് ചെയ്യും 1 സീറ്റ്. ദമൻ ഡ്യൂ BJP 1 സീറ്റ് അവിടെ ജയിക്കും. ലക്ഷദ്വീപ് ഇന്ത്യ മുന്നണി 1 സീറ്റ് ജയിക്കും. പോണ്ടിച്ചേരിയിലും അതുപോലെ തന്നെ BJPക്ക് 1 സീറ്റ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് 540 സീറ്റുകളെ പറ്റിയാണ്. 543 സീറ്റാണ് നമുക്ക് പാർലമെന്റിലുള്ളത്. പക്ഷേ അതിൽ 540 സീറ്റുകളാണ് നമ്മളിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് 284 സീറ്റുകൾ വരെ കിട്ടും. അപ്പോൾ 284 സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ അടുക്കുകയാണ്. BJPക്ക് 227 സീറ്റാണ്. അതിൽ ചില സഖ്യങ്ങൾ കക്ഷികളുണ്ട്. അതായത് ബിജു ജനതാദൾ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറാം. അപ്പോൾ അത് കൂട്ടുകയാണെങ്കിൽ 11 സീറ്റ്. അതുപോലെ തന്നെ YSR കോൺഗ്രസും എങ്ങോട്ട് വേണമെങ്കിലും മാറാം. അതുകൂടെ കൂട്ടിയാൽ പോലും BJPക്ക് 256 സീറ്റുകൾ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഒരു തിരിച്ചുവരവാണ് നമ്മൾ കാണുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഈ ഉത്തർപ്രദേശിലേക്ക് ഇത്രയും സീറ്റുകൾ വരാനുള്ള കാരണം ഇന്ത്യ മുന്നണിക്ക് ഈ ഭരണഘടനയെ തിരുത്തുമെന്നുള്ള ഒരു പേടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടാവുകയും അത് പ്രത്യേകിച്ച് പിന്നോക്കരായിട്ടുള്ള ആളുകൾ, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് അതുപോലുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബുകളുടെ ഇടയിൽ വളരെയേറെ ഒരു പേടി ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇലക്ഷൻ്റെ ആ ഒരു വേവ് മാറുകയും ഇലക്ഷൻ വളരെ അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് വരികയും ചെയ്യാൻ